മലപ്പുറം തിരൂരിൽ നാടിനെ നടുക്കിയ കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന ഭർത്താവിനെ പോലീസ് മിന്നൽ വേഗത്തിൽ പിടികൂടി. പുറത്തൂർ പടിഞ്ഞാറക്കര അമ്പലപ്പടി ഫൗസിയ എന്ന യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന് മൃതദേഹം ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളിയ സംഭവത്തിലാണ് ഭർത്താവായ ഹുസൈനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് അതിർത്തി പ്രദേശത്തു നിന്നും പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന ദാരുണമായ കൊലപാതകത്തിന് പിന്നാലെ ഒളിവിലിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഹുസൈനെ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പോലീസ് വലയിലാക്കിയത്. തിരൂർ പൊന്നാനി പുഴയിൽ പടിഞ്ഞാറക്കര ബോട്ട് ജെട്ടിക്ക് സമീപം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഫൗസിയയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ക്രൂരമായി കഴുത്തുഞെരിച്ചാണ് ഫൗസിയയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെയും പോസ്റ്റ്മോർട്ടത്തിലെയും പ്രധാന കണ്ടെത്തൽ. വ്യാഴാഴ്ച പുലർച്ചെ മക്കളോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫൗസിയയെ ഹുസൈൻ വീട്ടിൽ നിന്നും വിളിച്ചുണർത്തി കൂട്ടിക്കൊണ്ടുപോയെന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയ നടുക്കുന്ന മൊഴി. മത്സ്യത്തൊഴിലാളിയായ ഹുസൈൻ കടലിൽ കഴിഞ്ഞ ദിവസം ഇട്ട വലയിൽ ധാരാളം മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും അതെടുക്കാൻ സഹായിക്കാനായി കൂടെ വരണമെന്നും പറഞ്ഞാണ് ഉറക്കത്തിലായിരുന്ന ഭാര്യയെ കൂടെ കൂട്ടിയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മാതാപിതാക്കളെ രണ്ടുപേരെയും വീട്ടിൽ കാണാതിരുന്നതിനെ തുടർന്ന് ഇരുവരും പതിവ് പോലെ ജോലിക്ക് പോയതാകും എന്നാണ് മക്കൾ കരുതിയത്. ഇതനുസരിച്ച് വ്യാഴാഴ്ച പകൽ മകൻ സ്വന്തം ജോലി സ്ഥലത്തേക്കും മകൾ പഠിക്കുന്ന സ്കൂളിലേക്കും പോയി. എന്നാൽ വൈകിട്ട് ഏറെ വൈകിട്ടും അമ്മയും അച്ഛനും വീട്ടിൽ തിരിച്ചെത്താതിരിക്കുകയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തതോടെ സംശയം തോന്നിയ മക്കൾ ബന്ധുക്കളെ വിവരമറിയിക്കുകയും തുടർന്ന് തിരൂർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാറക്കര ബോട്ട് ജെട്ടിയിൽ അപ്രതീക്ഷിതമായി മൃതദേഹം പൊന്തുന്നത്. ഇവിടെ നിന്നും മത്സ്യബന്ധനത്തിനായി ബോട്ട് കടലിലേക്ക് ഇറക്കാൻ നങ്കൂരമുയർത്തുമ്പോൾ അതിന്റെ അറ്റത്ത് വലിയൊരു ചാക്ക് കെട്ടിയ നിലയിൽ കുടുങ്ങുകയായിരുന്നു. സംശയം തോന്നിയ തൊഴിലാളികളും പോലീസും എത്തി പരിശോധിച്ചപ്പോഴാണ് അതിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ ഫൗസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ഫൗസിയുടെ വീട്ടിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള പുഴയുടെ ഭാഗത്തു നിന്നാണ് ഈ മൃതദേഹം കണ്ടെടുത്തത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം രക്ഷപ്പെട്ട ഹുസൈൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ വ്യാഴാഴ്ച പുറത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഒരൽപ്പസമയം ഓണാക്കിയതായി പോലീസ് സൈബർ സെൽ കണ്ടെത്തി. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായി. സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ദമ്പതിമാർക്കിടയിൽ കടുത്ത കുടുംബവഴക്ക് നിലനിന്നിരുന്നതായി പ്രദേശവാസികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ഫൗസിയയും ഹുസൈനും തമ്മിൽ രൂക്ഷമായ തർക്കവും കയ്യേറ്റവും ഉണ്ടായിരുന്നു. വഴക്കിനിടെ ഹുസൈൻ ഫൗസിയുടെ വസ്ത്രങ്ങൾ കീറിയെറിയുകയും ഇയാളുടെ മർദ്ദനത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഫൗസി അയൽവീട്ടിലേക്ക് ഓടിപ്പോയി അഭയം പ്രാപിക്കുകയും ചെയ്തതായും നാട്ടുകാർ ഓർത്തെടുത്തു. ഈ വൈരാഗ്യവും സംശയവുമാണ് പുലർച്ചെ തന്ത്രപരമായി വിളിച്ചിറക്കിക്കൊണ്ടുപോയി കഴുത്തു ഞെരിച്ചു കൊന്ന് ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളുന്നതിലേക്ക് നയിച്ചത്. സംഭവത്തിൽ അറസ്റ്റിലായ ഹുസൈനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.